നമസ്കാരം. മഴക്കാലമാണ്. രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ധാരാളം രോഗങ്ങളുടെ പേര് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെങ്കിപ്പനി അഥവാ ഡെങ്കു ഫീവർ. കൊതുകാണ് ഈ ഒരു രോഗം പരത്തുന്നത്. ഇത് ചിലപ്പോൾ മാരകമായേക്കാം, ചിലപ്പോൾ ചെറിയ ചികിത്സ കൊണ്ട് ഭേദമായേക്കാം. ഡെങ്കിപ്പനിയെക്കുറിച്ചും ഡെങ്കിപ്പനി എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഡെങ്കിപ്പനി എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം, ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഒപ്പം ഡെങ്കിപ്പനി എങ്ങനെ മാരകമാകുന്നു, ഈ വിഷയത്തിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നത് ഡോക്ടർ പുരുഷോത്തമനാണ്. അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ ശിശുരോഗ ചികിത്സാ വിഭാഗത്തിൽ നിരവധി മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. ഡോക്ടർ പുരുഷോത്തമൻ പറയുന്നത് നമുക്കൊന്ന് വിശദമായി കേൾക്കാം. പറഞ്ഞോളൂ സാർ. നമ്മുടെ മഴക്കാലം ആവുമ്പോൾ പലപ്പോഴും പകർച്ചവ്യാധികൾ കൂടുതലുണ്ടാവാറുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒന്ന് പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നു. അതോടനുബന്ധമായിട്ടുള്ള ആശുപത്രിവാസങ്ങളും മരണങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് വ്യത്യസ്തമായിട്ടുള്ള അപകടങ്ങളുടെ എണ്ണവും മരണവും കൂടുതലുണ്ടാവാറ്. നമ്മൾക്ക് ഇതിൽ പകർച്ചവ്യാധികളെ കുറിച്ചാണെങ്കിൽ നേരത്തെ തന്നെ തയ്യാറെടുപ്പ് ഉണ്ടാവുമ്പോഴാണ് നമ്മളതിനെക്കുറിച്ചുള്ള എണ്ണം കുറച്ച് കൊണ്ടുവരാനാവുന്നത്. നേരത്തെയുള്ള പ്ലാനിങ് അപകടങ്ങളെ കുറിച്ച് അത്രയും ആ ഒരു കാര്യത്തിന്റെ പ്ലാനിങ്ങിന് ബന്ധമില്ല. ഈ പകർച്ചവ്യാധികൾ നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ വർഷങ്ങളെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പകർച്ചപ്പനികൾ, നമ്മൾ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞുള്ള ഫ്ലൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇൻഫ്ലുവൻസ, അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത്. അതോടൊപ്പം തന്നെ നിൽക്കുന്ന പകർച്ചപ്പനികളിൽ ഡെങ്കു എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ എലിപ്പനി. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അത് മറ്റ് പകർച്ചവ്യാധികളെ ഒത്തു നോക്കുമ്പോൾ ഇൻഫ്ലുവൻസ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്തിൽ ഉണ്ടാവുന്നു, കുറച്ചാളുണ്ടാവില്ല, പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ചരിത്രം ഡെങ്കിനെ കുറിച്ച് നമുക്ക് പറയാം. ഡെങ്കു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒടുക്കം തൊട്ടിങ്ങോട്ടാണ് നമുക്കൊരു വലിയൊരു പ്രശ്നമായിട്ടുണ്ടായത്. 90കളിലേക്ക് ഇപ്പോഴാണ് നമുക്ക് ഏറെയും എണ്ണവും അതോടനുബന്ധിച്ചിട്ടുള്ള മരണങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിട്ടുള്ളത്. നമ്മള് 90കളിലൊക്കെ ഡെങ്കു നമ്മൾ കേരള സംസ്ഥാനത്ത് വരുമ്പോഴേക്കും നമുക്ക് അറിയില്ലായിരുന്നു ഇത്തരമൊരു അവസ്ഥ എന്താണ്, പെട്ടെന്ന് വന്ന് മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കൂടുതൽ വ്യക്തത വന്നു. അതിന്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ നേരത്തെ തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഏത് രീതിയിലാണ് ചികിത്സ നടത്തേണ്ടത് എന്നുള്ളതിനൊക്കെ ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം 2009 വന്നു. പിന്നീട് 2015 അതിന്റെ മോഡിഫിക്കേഷൻ വന്നു. അപ്പോൾ രോഗങ്ങളുടെ എണ്ണവും മരണവും ഒക്കെ സുലഭവും കുറഞ്ഞു വന്നു. എണ്ണം പക്ഷേ തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്ക് ഇത് ഈ പറഞ്ഞ പലതും വെക്ടർ ബോൺ അല്ലെങ്കിൽ മൊസ്കിറ്റോ ആണ് പ്രധാനമായിട്ടുള്ള മൊസ്കിറ്റോ ബോൺ ആയിട്ടുള്ള അസുഖങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ 8 രോഗങ്ങളോളം ഈ പറഞ്ഞ വെക്ടർ ബോൺ മൊസ്കിറ്റോ ബോൺ ഉണ്ട്. അതിനകത്ത് 7 കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഡെങ്കി കേസാണ്. അപ്പോ ഡെങ്കിയും ലെപ്റ്റോസ്പൈറോയും നോക്കിക്കഴിഞ്ഞാൽ എണ്ണത്തിൽ കൂടുതലുള്ളതിനേക്കാളും മരണങ്ങളുടെ എണ്ണം എലിപ്പനിയുടെ എണ്ണമാണ്. ഡെങ്കി കേസുകള് ഈ ചികിത്സാ രീതികൾ നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത മരണങ്ങള് വളരെ കുറവാണ്. അപ്പോ 0.5% അത്രയൊക്കെ മരണങ്ങളുണ്ട്. അതിലും കുറവാണ് മറ്റു രാജ്യങ്ങളിൽ <0.1% ഒക്കെയാണ്. അപ്പൊ നമ്മളെടുത്ത അതിലും കുറച്ചുകൂടി കൂടുതൽ മരണങ്ങളുണ്ടെങ്കിലും പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ വളരെ കുറവാണുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഈ വർഷം എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ജാനുവരി തൊട്ട് ഇതുവരെയുള്ള മെയ് മാസം വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എണ്ണം ഡെങ്കി കേസുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണയായിട്ട് മഴ വന്നു ഇത്തിരി നാളുകൾ കഴിയുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഫ്ലൂ ആയിക്കോട്ടെ ഡെങ്കി ആയിക്കോട്ടെ കേസുകളൊക്കെ എണ്ണം കൂടി വരാറ്. എലിപ്പനിയാട്ടെ ഒന്നുകൂടി വൈകിട്ട് ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴൊക്കെയാണ് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക. അതിന് തുലവും വിപരീതമായിട്ടുള്ള ഒരു കാര്യം ഈ വർഷം ജാനുവരി തൊട്ട് നമ്മൾ
എണ്ണം കൂടുതലായി കണ്ടു. കഴിഞ്ഞ മാസത്തേക്ക് ഏതാണ്ട് സസ്പെക്റ്റഡ് കേസ് 12,000 മേലെയും കൺഫേംഡ് കേസ് 4,000 മേലെയുമായിരുന്നു. ഇപ്പം ഈ മാസം ഈ അടുത്ത ഡാറ്റ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 5,000-ഓളം കൺഫേംഡ് കേസ് ഡെങ്കി വന്നു. സസ്പെക്റ്റഡ് കേസ് ഏതാണ്ട് 16,000-ഓളം ഒക്കെ കേസുകൾ ഉണ്ടായി കഴിഞ്ഞു. അതിലും എത്രയോ കൂടുതലായിരിക്കണം ആക്ച്വൽ കേസ് ഓഫ് ഡെങ്കി. അപ്പോ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ അത്രയും എണ്ണം വന്നത്? അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വരുന്ന മാസങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്നുള്ളതാണ് കാര്യം. ഏത് കാര്യമാണെങ്കിലും നമ്മൾ നേരത്തെ കാലത്തെ കണക്ക് കൂട്ടി കരുതി കഴിഞ്ഞാൽ അതിനെ കൊണ്ടുള്ള മരണങ്ങളും അത്യാഹിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ ഡെങ്കി വൈറസിനെ കുറിച്ച് ഒത്തിരി അറിയേണ്ടതുണ്ട്. ഇപ്പോ ഇതൊരു വൈറസിന്റെ രോഗമാണ്. എലിപ്പനിയുള്ളത് മറ്റൊന്നാണ്, അത് ബാക്ടീരിയയാണ്. അപ്പൊ ഈ വൈറസ് 4 തരത്തിലുള്ള വൈറസ് ഉണ്ട്. 1, 2, 3, 4. അപ്പോ ആ 4 വകഭേദങ്ങളിൽ നമ്മള് ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത 1 and 2 ആണ് കൂടുതൽ ഉണ്ടാവാറ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു തവണ ഒരാൾക്ക് ഒരു സ്ട്രെയിൻ കൊണ്ട് വന്നു, മിക്കപ്പോഴും സാധാരണ പനിയോടുകൂടി കുറച്ച് കൂടുതൽ മേലുവേദനയും പനിയും മേലൊക്കെ പൊന്തി വന്ന് തനിയെ അങ്ങ് പോകുന്ന ഒരു കാര്യമാണ്, കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് ഈ വന്നയാളിന് രണ്ടാമതൊരു സ്ട്രെയിൻ. അപ്പോ ഡെങ്കി 1 വന്ന് മാറിപ്പോയ ഒരാൾക്ക് ഇതിന്റെ അവസരത്തിൽ ഡെങ്കി 2 വരുമ്പോ അത് ഏകദേശം 1-2 വർഷത്തിന് ഇപ്പുറമാണ് ഈ രണ്ടാമതൊരു സ്ട്രെയിൻ വരാനുള്ള സാധ്യത. അത്തരത്തിൽ രണ്ടാമത്തെ സ്ട്രെയിൻ വരുന്ന ആൾക്കാണ് കൂടുതലും ഒരു റെസ്പോൺസ് ബാഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പോ ഈ 1ഉം 2ഉം തന്നെയാണ് പതിവായിട്ട് നമുക്ക് ഇവിടെ എണ്ണങ്ങൾ കൂടുതൽ ഉണ്ടാവാറ്. അപ്പോ ഈ ഒരു കാര്യം ഒരു നാട്ടില് ഇത്രയേറെ എണ്ണങ്ങൾ കൂടുന്നത് ചിലപ്പം പുതിയ ഒരു സ്ട്രെയിന് വൈറസ് ഇക്കുറി വന്നോ അങ്ങനത്തെ ഉണ്ടാവുമ്പോഴാണ് ചിലപ്പം പതിവില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഈ പാർശ്വവ്യാധികളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. മറ്റൊരു പുതിയ സ്ട്രെയിൻ വന്നപ്പോൾ നേരത്തെ തന്നെ ആ എണ്ണം കൂടിയത് കണ്ടാണോ എന്നുള്ളൊരു സംശയങ്ങളാണ്. അപ്പോൾ ഇക്കുറി ഉള്ളത് നമുക്ക് സ്ഥിരമുള്ള 1 and 2 തന്നെയാണോ അതോ 3 and 4 ഏതെങ്കിലും സ്ട്രെയിന് ആണോ? കാരണം ഈ 3ഉം 4ഉം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അത്രയേറെ പ്രാധാന്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. ചിലയിടങ്ങളിൽ കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കുറി എന്തുകൊണ്ടാണ് ഇത്രയേറെ കേസുകൾ ഈ ഒരു കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായത്? പുതിയൊരു സ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് അത് ഇനി വരുന്ന ആളുകളിലും ആ എണ്ണം തുടർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രവചനങ്ങൾ നമ്മൾക്ക് ഈ സർവേലൻസ് നടത്തുക എന്ന് പറയും. ഏതെങ്കിലും രോഗം ഉണ്ടാകുമ്പോൾ അതിന്റെ ഡയഗ്നോസ്റ്റിക് സാമ്പിൾസ് എടുത്ത് നമ്മുടെ തന്നെ സെന്റേഴ്സ് ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ആലപ്പുഴയുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പൊ അവിടെ തിരുവനന്തപുരത്തും ആലപ്പുഴയൊക്കെയാണ് വൈറോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പൊ ഇക്കുറിയുള്ള പുതിയ സ്ട്രെയിൻ ഏതാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മുഴുവൻ അറിവില്ല. ആ ഒരു റിസൾട്ടും കൂടി കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള എണ്ണക്കൂടുതൽ ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് തയ്യാറെടുപ്പ് എല്ലായിടത്തും ഉണ്ടാവണം. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തയ്യാറെടുപ്പ് ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ്. മൊസ്കിറ്റോ കൺട്രോൾ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ ഈ പറഞ്ഞ ഏഡിസ് മൊസ്കിറ്റോ ഡിഫറെന്റ് ടൈപ്സ്, കുഞ്ഞു കുഞ്ഞു വ്യത്യസ്തതകളുള്ള ഏഡിസ് മൊസ്കിറ്റോ ഉണ്ട്. അതിനൊക്കെ ഒരു സ്വഭാവ രീതിയാണ്. അതിനെ മറികടക്കാനുള്ള ഒരു യത്നം നമ്മൾ ജനങ്ങളും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ പ്രവർത്തകരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഡ്രൈ ഡേ അനുവർത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മള് കുഞ്ഞു കുട്ടികൾ എല്ലാവരും കൂടി ആ ഒരു മനസ്സോടുകൂടി പോകേണ്ടതുണ്ട് നേരത്തെ തന്നെ എന്നുള്ളത്. അതിൽ സ്കൂൾ കുട്ടിയൊക്കെ അല്ലെങ്കിൽ അധ്യാപകർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം സ്കൂളോടുകൂടി ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നു. അപ്പോൾ സ്കൂളും പരിസരത്തിൽ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ കടിയേൽക്കാനും അല്ലെങ്കിൽ പനിയുള്ള കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലാനും അവിടെ വെച്ചിട്ട് മൊസ്കിറ്റോ കടി ഉണ്ടാവാനും കൂടുതൽ ആളുകളുടെ ഇടത്തേക്കാണല്ലോ നമുക്ക് എപ്പോഴും കൂടുതൽ എണ്ണം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഈ കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിലും പരിസരത്തും സ്കൂളിന്റെ പരിസരത്തിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ആരോഗ്യ പ്രവർത്തകർ എണ്ണത്തിൽ കുറവായതുകൊണ്ട് അവർക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അപ്പൊ ജനങ്ങൾ ഏറ്റെടുക്കണം ഈ വെക്ടർ കൺട്രോളിനുള്ള പദ്ധതികൾ എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടതെന്നുള്ള കാര്യം. ഇത് നമ്മൾ കോവിഡ് ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം. കോവിഡ് ഉണ്ടാവുന്ന 95% കേസുകളിലും
ഒന്ന് പനിയായി മാറി കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ ശതമാനത്തിലാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും അടിച്ചു കയറി ആശുപത്രിയിലേക്ക് ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ എന്താണ് ഈ രോഗത്തിന്റെ ഏറ്റവും ഭയപ്പെടേണ്ട ലക്ഷണങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ അവബോധം ഉണ്ടാവുക. നമ്മൾ കോവിഡിന്റെ കാര്യത്തിന് ജീവിതത്തിൽ എല്ലാവർക്കും ഇന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാം. എല്ലാവരും പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചു, പൾസ് ഓക്സിമീറ്റർ വെച്ച് കുറയുന്നുണ്ടോ നോക്കിയെന്നു. അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇവിടെയും വേണ്ടത്. പനിക്കാരെല്ലാം കൂടി ആശുപത്രിയിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല. കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് അവർക്കൊന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, വീട്ടിൽ ഇരിക്കുമ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് മരുന്നുകളുടെ ആവശ്യമില്ല. പലപ്പോഴും നമുക്ക് ചെല്ലുമ്പോൾ ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ ഡെങ്കി എന്ന് പറഞ്ഞാൽ പ്ലേറ്റഡ് കുറയുന്ന കാര്യമാണ്, അതുകൊണ്ട് പ്ലേറ്റഡ് കൂട്ടുന്ന മരുന്നുകളാണ് വേണ്ടതെന്നുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. അതിൽ ജനങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. പ്ലേറ്ററ്റ് കുറയുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റ് കാര്യങ്ങളോടുകൂടി വരുന്ന ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോ അതിനെ കൂട്ടാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടോ പ്ലേറ്ററ്റ് കൂട്ടിയത് കൊണ്ടോ രോഗത്തിന് ഒന്നും സംഭവിക്കുന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് മരണം കുറയുന്നോ തീവ്രത കുറയുന്നോ ഇല്ല. മറ്റ് പല കാരണങ്ങളാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ചും ബ്ലഡ് വെസൽസിന്റെ ഡാമേജ്, അതിലൂടെ ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവുകയാണ്. അതാണ് മരണത്തിൽ കാര്യം. അതുകൊണ്ട് ആരും തന്നെ പ്ലേറ്ററ്റ് കൂട്ടാനുള്ള മരുന്നുകൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ട. പപ്പായയുടെ ഇലകൾ കൊണ്ട് കഴിച്ചാൽ പ്ലേറ്ററ്റ് കൂടും, അതുകൊണ്ട് മരണം ഇല്ലാണ്ടാവും. അത്തരത്തിൽ ഒരുപാട് മിഥ്യാ ധാരണകളുണ്ട്. മരുന്നുകൾ ആവശ്യമില്ലാതെ കഴിക്കേണ്ട കാര്യം. പിന്നെ കഴിക്കുന്ന കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, മരുന്നുകളിൽ പനിക്ക് കഴിക്കുന്നവരില്ല എല്ലാവർക്കും നല്ല മേലുവേദന ഉണ്ടാവും, കണ്ണുവേദന ഉണ്ടാവും. ഈ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചിലപ്പം ഡോക്ടറെ കാണിക്കാതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അതില് ചില മരുന്നുകൾ, നമുക്ക് പാരസെറ്റമോൾ നമുക്കറിയാം, എല്ലാവരും പനിക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നാണ്. പനിക്ക് വേണ്ടി കഴിക്കുന്ന ഒരു ഗുളിക ഐബുപ്രോഫൻ അടങ്ങിയിട്ടില്ല. നമ്മൾക്ക് എല്ലാ ബ്രാൻഡുകളും പലതും അറിയാം, ഞാൻ ബ്രാൻഡിനെ പറ്റി പറയുന്നില്ല. അത്തരത്തിലുള്ള മരുന്നുകൾ പെട്ടെന്ന് പനി കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ കറിയും, വേദനയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലപ്പം ഈ പ്ലേറ്ററ്റിന്റെ ഒരു അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന്റെ സാധ്യതകൾ ഒന്നുകൂടി കൂടും. അത് അസുഖത്തിന്റെ തീവ്രത കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ പനിക്ക് വേണ്ടി ഓവർ ദ കൗണ്ടർ മെഡിസിനിലേക്ക് പോകാതിരിക്കുക. കഴിയുമെങ്കിൽ നമുക്ക് എപ്പോഴും അറിയുന്ന പാരസെറ്റമോൾ മാത്രം കഴിക്കുക. അതുപോലും ഡോസ് കുറച്ച് കുറവായിട്ട് മതി കഴിക്കുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം രോഗലക്ഷണങ്ങളെ കുറിച്ച് തീവ്രതയെക്കുറിച്ചുള്ള തിരിച്ചറിവും വീട്ടിൽ റെസ്റ്റ് എടുക്കുകയും അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നേരാമണത്തിൽ കഞ്ഞിയായിട്ട് കഴിക്കുക. ബാക്കിയുള്ള ഭക്ഷണങ്ങളുടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലും നമ്മൾ വെള്ളം ഉപ്പിട്ടിട്ട് ഉള്ളിലേക്ക് കഴിയാം. നമ്മൾ നിർജ്ജലീകരണം വയറിളക്ക രോഗങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ഡെങ്കിന്റെ കാര്യത്തിലും ചിലപ്പോൾ ഈ ലീക്കിംഗ് ഓഫ് ദ ഫ്ലൂയിഡ് ഔട്ട്സൈഡ് ഈ കാപ്പിലറീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നിർജ്ജലീകരണം പോലെ രക്തത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ആവശ്യത്തിന് നന്നായിട്ട് ഇടവിട്ട് കഞ്ഞിയോളം ഉപ്പിട്ടിട്ട് കഴിക്കണം, കഞ്ഞിയായിട്ട് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് എടുക്കണം, മരുന്നുകൾ ഒഴിവാക്കണം. പിന്നെ ഈ തീവ്ര ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടർമാർക്ക് ചെല്ലണം. ഇതിന്റെ കാര്യം ഇതൊരു ബൈഫേസിക് ഇൽനെസ് ആണ് പറയാം. മിക്ക കേസുകളിലും ഒരു 3-4 ദിവസം കൊണ്ട് പനിയൊന്നങ്ങോട്ട് കുറയുകയാണ് ചെയ്യുക. നമ്മൾ ആ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും പിന്നീട് ജോലിക്കോ സ്കൂളിലേക്കോ പോകും. അതിന് പകരം ശ്രദ്ധിക്കേണ്ടത്, ഇത് 4-ാം ദിവസം പനി കുറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഇത് 5-ാം ദിവസം 6-ാം ദിവസം ആകുമ്പോൾ അതിതീവ്രമായിട്ട് വീണ്ടും വന്നേക്കാനുള്ള സാധ്യത. ആ ഫേസിലാണ് കോംപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയാം. 3 ഘട്ടങ്ങളിലൂടെയാണ് ഇത് പോവുക. ആദ്യത്തെ 3 ദിവസം വരെ പനി മാത്രമുള്ള മേലുവേദനയുള്ള ലക്ഷണങ്ങൾ, അന്ന് പനിയുടെ മരുന്നുകൾ മാത്രം മതി, റെസ്റ്റ് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് പനിയൊന്ന് വിട്ടു എന്ന് വരും. ആ ഘട്ടം ഏതാണ്ട് ഒരു 48 മണിക്കൂറിന്റെ ഘട്ടത്തിൽ കഴിഞ്ഞത് പിന്നെയാണ് ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറഞ്ഞ ഫേസിലേക്ക് വളരെ ചെറിയ എണ്ണം ആൾക്കാർക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഘട്ടത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. കുറച്ച് ഒരു അഡീഷണൽ ഡേയ്സും കൂടി നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതെ ജോലിക്ക് പോകാതെ നിൽക്കേണ്ടതുണ്ട്. 3-ാം ദിവസം പനി കുറയുമ്പോൾ തന്നെ പോകുകയല്ല, ആ 2 ദിവസം കൂടി വാച്ച് ചെയ്ത് റെസ്റ്റ് എടുത്ത് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇരിക്കണം. അപ്പൊ അതിനുശേഷം ചില ആളുകൾക്ക് ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോയേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയുള്ള ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. പനിയൊക്കെ ആൾക്കാർക്ക് വയറുവേദന ഉണ്ടാവുന്നു, ഛർദി ഉണ്ടാവുന്നു, ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവിടെയൊക്കെ ബ്ലീഡിങ്ങിന്റെ ലക്ഷണങ്ങൾ കാണുന്നു, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു, ഈ കോംപ്ലിക്കേറ്റഡ് ഫേസിലേക്ക് പോകുന്നു, ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസത്തോളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 3 ദിവസം പനി മാത്രം, പിന്നീട് ഒന്ന് കുറഞ്ഞു വന്ന്
5-ാമത്തെ ദിവസം തൊട്ടുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പറ്റും. അതടക്കം നമ്മൾ വാച്ച് ചെയ്യണം. രോഗലക്ഷണങ്ങളൊക്കെ തീവ്രതയെക്കുറിച്ചൊക്കെ ജനങ്ങൾ അറിയേണ്ടത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആണ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത മരണസാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ ചികിത്സാ രീതിയിൽ. അപ്പൊ നമ്മള് എന്താണ് ഈ എണ്ണം കൂടുതൽ ഉണ്ടാവുന്നത് ഭീതിപ്പെടുത്താനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ 5-6 മാസം കുറച്ച് എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നാടുകളിൽ ഡെങ്കി കൂടുതലുള്ള അതിനേക്കാളേറെ 2017 നമുക്ക് ഏറ്റവും കൂടുതൽ എണ്ണം ഇവിടെ ഉണ്ടായിട്ടത്. ഏതാണ്ട് 20,000-ഓളം കേസുകൾ ഉണ്ടായി. അപ്പൊ അതിനൊരു ശാസ്ത്രീയത എന്ന് പറയുന്നത് എല്ലാ രോഗാണുക്കൾക്കും ഒരു കാര്യമുണ്ട്, ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള വരവ്. അപ്പൊ ഈ ഡെങ്കിന്റെ കാര്യത്തിന്റെ ഈ 4 സ്ട്രെയിന് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു സ്ട്രെയിൻ ഒന്ന് വന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് എല്ലാം വരുന്നൊന്ന് കുറഞ്ഞു കിട്ടും. അതിന്റെ ഇമ്മ്യൂണിറ്റി ഒന്ന് കുറഞ്ഞു വരുമ്പോഴാണ് പുതിയ ഒന്ന് വരുമ്പോൾ കുറേയേറെ എണ്ണം വരും. അത്തരത്തിലുള്ള ചാക്രീയതയെ അവിടെ ഒരു സാധ്യതയാണ് നമ്മൾ ഈ വർഷം ഇങ്ങനെ നേരത്തെ തന്നെ വന്നതുകൊണ്ട് അത്തരത്തിലുള്ള ജൂലൈയുടെ പകുതി വരെയും ചിലപ്പോൾ ഈ എണ്ണം കുറച്ച് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത നമ്മൾ കണക്കിലെടുക്കുക, ജനങ്ങളുടെ അവബോധം ഉണ്ടാക്കുക, നമ്മുടെ സിസ്റ്റം അതിനെ അപ്ഡേറ്റ് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ മരണങ്ങൾ ആണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എലിപ്പനിയുടെ കാര്യത്തിന്റെ അകത്തും നേരത്തെ എന്നെത്തി ചികിത്സ സ്വീകരിക്കേണ്ടതുണ്ട്. എലിപ്പനിയുടെ മരണങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്, വൈകുന്നത് കൊണ്ടാണ് പലപ്പോഴും മരിക്കുന്നത്. ചികിത്സ ഉള്ളൊരു രോഗമാണ്. അപ്പോൾ അതിന് തടയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. ഡോക്ടർ സൈക്കിളിൽ വീക്ക്ലി വൺസ് കഴിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ.